രാജു എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും രാജു ഈ വിവാഹം മുടക്കാൻ പോകുന്നത്? ടെൻഷൻ അടിച്ചിട്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല. രാജു എന്തായാലും പറഞ്ഞതുകൊണ്ട് ഈ വിവാഹം മുടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ അതെങ്ങനെയാണെന്ന് ഓർത്തിട്ട് എന്റെ തല പുകയുന്നു. രാജു ആയിരിക്കോ? എന്താ ഋതികേ, നിന്റെ മുഖത്തൊരു മാറ്റം? ഏയ് ഒന്നുമില്ല മായി. ഒന്നുമില്ലേ? പക്ഷേ നിന്നെ കണ്ടിട്ട് ഒന്നുമില്ലെന്ന് തോന്നുന്നില്ലല്ലോ. നിന്റെ ഉള്ളില് എന്തോ സന്തോഷമുള്ളത് പോലെയാ തോന്നുന്നത്. കുറച്ചു മുൻപേ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഏയ് അമ്മായിക്ക് തോന്നുന്നത്. എന്റെ തോന്നലാണോ? അപ്പോ ഈ നടക്കാൻ പോകുന്ന വിവാഹത്തിൽ നിനക്ക് വിഷമാണെന്നാണോ പറയുന്നേ? ഞാൻ വിഷമിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ കാര്യമില്ലല്ലോ. എല്ലാം വിധി പോലെയല്ലേ നടക്കൂ. അല്ല, നീ കുളിച്ച് ഫ്രഷ് ആയില്ലേ? ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപ് തന്നെ രാവിലെ കുളിച്ചതാ. ശരി. ആ ഐശ്വര്യ, അകത്തേക്ക് വാ. അല്ല, നിങ്ങൾക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ? വേണ്ട മാഡം, ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഞങ്ങളിന്ന് ഞങ്ങളുടെ ജോലി തുടങ്ങട്ടെ, സമയം ഒരുപാട് വൈകുന്നു. എങ്കിൽ നടക്കട്ടെ. ഇന്നലെ മാഡം ആകെ ഡള്ളായിരുന്നു എന്ന് ഇന്നലെ വന്നവര് പറഞ്ഞിരുന്നു. അംബിക മാഡം പറഞ്ഞത് ശരിയാ. ഋതിക മാഡത്തിന്റെ മുഖത്ത് ഇന്നൊരു സന്തോഷം കാണുന്നുണ്ട് അല്ലേ? അതെ. അങ്ങനെയൊന്നുമില്ല ഐശ്വര്യ, നിങ്ങൾ തുടങ്ങിക്കോ. ഇപ്പൊ എനിക്ക് സമാധാനായി. ഋതിക മാഡത്തിന്റെ ഉള്ളില് സന്തോഷമുള്ളതുകൊണ്ട് ഞങ്ങള് ചെയ്യുന്ന മേക്കപ്പിനേക്കാളും കൂടുതൽ ഗ്ലോ കിട്ടാൻ പോകുന്നത് ആ സന്തോഷത്തിന്റെ ആയിരിക്കും. വന്നേ. രോഹൻ, എന്താ ഇത്? നീ എങ്ങോട്ടാ എന്നെ ഈ വലിച്ചോണ്ട് പോകുന്നേ? ദേ നോക്ക്, ഇത് നമ്മുടെ വീടല്ലേ, കല്യാണ വീടാ. ഞാനൊരു മിനിസ്റ്ററാ. വല്യച്ഛനിങ്ങ് വന്നേ. വിടടാ. നീ എന്നെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? നീ കാര്യം എന്താണെന്ന് വെച്ചാ പറയേ. ഇവിടുന്ന് നമുക്ക് കുറച്ചൊന്ന് മാറി നിൽക്കാൻ വല്യച്ഛ. ആരെങ്കിലും നമ്മൾ സംസാരിക്കുന്ന കേട്ടാലോ? ഇവിടെ ഒന്നും ആരുമില്ല. നീ കാര്യം പറയും മോനെ. കുറച്ച് വർഷങ്ങളായിട്ട് വല്യച്ഛനും വല്യമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ. എന്ത് പരാതി? അല്ല, ഞാനിങ്ങനെ പെണ്ണൊന്നും കെട്ടാതെ നിങ്ങൾ മാട്രിമോണിയിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ഇഷ്ടപ്പെടാതെ വിവാഹകാര്യത്തിൽ ഞാൻ ഉഴപ്പൊന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ? അതുള്ളതല്ലേ. എടാ, കൊള്ളാവുന്ന എണ്ണം പറഞ്ഞ തറവാട്ടിന്ന് എത്ര എത്ര ആലോചനകൾ നിനക്ക് വന്നതാ. അപ്പോ പെൺകുട്ടിക്ക് മുടി പോരാ, കണ്ണിന് ചന്തം കുറവാ, മൂക്ക് വലുതായി പോയി, നീളം കുറഞ്ഞു പോയി, അങ്ങനെ 100 കാരണങ്ങളായിരുന്നല്ലോ ഓരോ ആലോചനകളും മുടക്കാൻ. നിന്നോട് പറഞ്ഞു പറഞ്ഞു മടുത്തതല്ലേ? അല്ല, നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ അങ്ങ് മറന്നു കളയണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വല്യച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നുവെച്ചാ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്. ദൈവമേ, പ്രേമോ? അതെ, പ്രേമം തന്നെ. എന്നിട്ട് നീ എന്താടാ ഇത്രയും നാളും നിനക്ക് പ്രണയമുണ്ടെന്ന് പറയാത്തെ? അതിന് ഇത്രയും നാളും പ്രണയം ഇല്ലായിരുന്നല്ലോ. പ്രണയം ഇല്ലായിരുന്നോ? ഇപ്പൊ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആരെങ്കിലും കണ്ടപ്പോ പ്രേമിച്ചു തുടങ്ങിയതാണോ? എക്സാക്ട്ലി. ശരിക്കും അത് തന്നെ വല്യച്ഛ സംഭവിച്ചത്. ഇവിടെ വർമ്മയങ്ങളുടെ ഈ വീട്ടിൽ വെച്ച് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ധൃതിയിൽ വന്ന പെൺകുട്ടി എന്റെ ദേഹത്ത് വന്നിങ്ങനെ തട്ടി. അവളെ എന്റെ കയ്യിലിങ്ങനെ ഒരു അപ്സരസിനെ പോലെ. പെണ്ണ് സുന്ദരിയാണോടാ? ഞാൻ പറഞ്ഞില്ലേ വല്യച്ഛ, ഒരു അപ്സരസിനെ പോലെ സുന്ദരിയായ കുട്ടിയാ.
എന്റെ മോന് അപ്സരസുകളെ മുന്നേ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഒന്ന് പോവല്ലീച്ച. എന്താണ് ആ കുട്ടിയുടെ പേര്? അതാ പ്രശ്നം. പേരറിയില്ല, ആരാന്നറിയില്ല. വല്യച്ഛൻ വേണോ അതൊന്ന്? ഞാനൊന്ന് വർമ്മയോട് സംസാരിക്കാം. ഇവിടെ വിവാഹത്തിന് വന്ന വർമ്മയുടെ ബന്ധുക്കൾ ആരെങ്കിലും ആകാനാണ് സാധ്യത. എന്നാലും എനിക്ക് സന്തോഷമായി മോനെ. ദൈവം നിന്നെ കൊണ്ട് ഇതൊക്കെ തോന്നിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നുന്നു. നിന്റെ വിവാഹമൊന്നും നടന്നു കാണാനായി നിന്റെ അച്ഛനും അമ്മയും നടത്തിയ വഴിപാടുകളൊന്നും വെറുതെ ആയില്ല. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. എന്താ വല്യച്ഛനും മകനും തമ്മിലൊരു രഹസ്യ സംഭാഷണം? സന്തോഷമുള്ളൊരു കാര്യമാണ് ശേഖര. ഇവൻ ഇതുവരെ കല്യാണമൊന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഇവന്റെ അച്ഛനമ്മമാരെയും ഞങ്ങളെയൊക്കെ കുഴപ്പിക്കുകയായിരുന്നു. ആഹാ, എന്നിട്ടിപ്പോ കക്ഷി വിവാഹത്തിന് സമ്മതിച്ചോ? അതെ, അതാ എനിക്കും അത്ഭുതം. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ വിവാഹം കൂടാൻ വന്നിരിക്കുന്ന ഏതോ പെൺകുട്ടിയാ കക്ഷി. പെൺകുട്ടിയെ കണ്ട മാത്രമേ തന്നെ ചെക്കന് പ്രേമം പൊട്ടിമുളച്ചെന്ന്. ആഹാ, അത് കൊള്ളാലോ. പക്ഷേ പെണ്ണിന്റെ പേരും ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അതാണോ പ്രശ്നം? കുട്ടി ആരാണെന്ന് കാണിച്ചു തന്നാ മതി, ബാക്കി നമുക്ക് സംസാരിക്കാം. എന്താ രോഹൻ? ശരി അങ്ങളെ. ആ, ഈ വല്യച്ഛന്റെ ഒരു കാര്യം. വലിയ നാണക്കാരനാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഒരു മോന. അവരിവനെ കൊഞ്ചിച്ച് വഷളാക്കിയ വളർത്തിയത്. ഇവന്റെ വിവാഹം അവരൊരു വിദൂര സ്വപ്നമായി മറക്കാൻ തുടങ്ങിയായിരുന്നു. എല്ലാം ദൈവത്തിന്റെ കൃപ, അല്ലാതെ എന്തു പറയാനാ. എടോ, ഒന്ന് വേഗം വേണം. മുഹൂർത്തത്തിന് ഇനി അധികം സമയമൊന്നുമില്ല. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? എന്തോ? എങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും മുങ്ങിയിട്ട് പെട്ടെന്ന് വന്ന് മണ്ഡപത്തിന്റെ പണി തീർന്നില്ലേ, ചെറുക്കനെ ഒരുക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അംബിക മേഡം എല്ലാം രാജു നോക്കിയും കണ്ട് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. മഹാ ഉഴപ്പാണല്ലോ രാജു. സോറി, ഞാൻ മനഃപൂർവ്വം അല്ല. അറിയാലോ എന്റെ തിരക്ക്. ഇന്നലെ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതല്ലേ, മനഃപൂർവ്വം മാറി നിൽക്കുന്നൊന്നുമല്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നടക്കട്ടെ. ഹലോ അളിയ. അളിയ, അളിയൻ പറഞ്ഞതുപോലെ ഞാൻ ദിവ്യയുടെ വീട്ടിൽ ചെന്ന് നോക്കി. എന്നിട്ട് ദിവ്യ സേഫാണോ? അളിയ, പ്രശ്നമാണ്. എന്തുപറ്റി അളിയ? അളിയ, ദിവ്യയുടെ വീട് തുറന്നു നടക്കുക, പക്ഷേ അകത്തും ആരുമില്ല. അല്ല, അളിയ ഹൗസ് ഓണറെ കണ്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചളിയ, അവരിന്നലെ രാത്രിയാ ദിവ്യയും മുത്തശ്ശിയെ അവസാനമായിട്ട് കണ്ടത്. വീടിന്റെ വാതിലടച്ച് അവൾ എവിടേക്കേ പോയെന്നും പറഞ്ഞ് ആ ഹൗസ് ഓണർ പെണ്ണുമുള്ള അവിടെ കിടന്ന് വലിയ ബഹളം വെച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് മാറി. ഓക്കെ, അളിയനൊരു കാര്യം ചെയ്യേ. അളിയന് ദിവ്യയുടെ അമ്മ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് ഞാൻ അയച്ചുതരാം. അളിയനൊന്ന് അവിടെ പോയി അന്വേഷിക്കാൻ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ആ, ശരി. ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ടല്ലോ. പോയി നോക്കാം. നിങ്ങക്ക് വേണ്ടത് ക്യാഷ് അല്ലേ?
അതിനല്ലേ നിങ്ങളിങ്ങനെ മനസാക്ഷിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം. എന്നൊന്ന് അഴിച്ചുവിടൂ. ഞാൻ പറയുന്ന സത്യമാ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾക്ക് എത്ര വലിയ തുക വേണമെങ്കിലും ചോദിക്കാം. ഞാനത് തന്നിരിക്കും. എനിക്ക് ആവശ്യമുള്ള ക്യാഷൊക്കെ ഞാൻ അംബിക മാഡത്തിൻ്റെ വാങ്ങിയിട്ടുണ്ട്. എനിക്കത് മതി. അംബിക തന്നതിന്റെ എത്ര ഇരട്ടി വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കെട്ടൊന്ന് അഴിച്ചുവിട്. എനിക്ക് ക്യാഷ് മാത്രം പോരാ, കഴുത്തിന് മുകളിലേ തലകൂടെ വേണം. നിങ്ങൾ എന്നെ വെട്ടിച്ചോടൊന്ന് പോയാലേ പിന്നെ എൻ്റെ തല ദീപകിന്റെ കയ്യിലിരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരിക്കുക, ഇല്ലെങ്കിലേ വായിൽ ഞാൻ തുണി തിരികേറ്റും. ഹലോ വക്കീലേ, കൊട്ടേഷനോ? അടുത്ത ആഴ്ചയിലോ? ഞാൻ ഫ്രീയാ. ഹലോ, റേഞ്ചും ഇല്ല, ചാർജും തീരാറായി. ഹലോ ഹലോ രാജുവേട്ടാ. ഹലോ ദിവ്യേ. ഹലോ രാജുവേട്ടാ. ദിവ്യേ. ഹലോ. സിഗ്നലും ഇല്ലല്ലോ. ദിവ്യേ. ഹലോ. കോള് കട്ടായല്ലോ. ദിവ്യ എവിടുന്ന വിളിച്ച്? തിരിച്ചു വിളിച്ചു നോക്കാം. ദിവ്യയെ മൊബൈലിന്റെ സിഗ്നൽ കുറവുള്ള എവിടേക്കാ ദീപക കൊണ്ടുവരിക്കുന്നത്? എവിടെ ആയിരിക്കും? ഹലോ രാജുവേട്ടാ, ഞാൻ അയച്ചേക്കുന്ന ലൊക്കേഷനിലേക്ക് ഉടനെ വരണം. ഹലോ രാജുവേട്ടാ, ഞാൻ അയച്ചേക്കുന്ന ലൊക്കേഷനിലേക്ക് ഉടനെ വരണം. വേണ്ട, തിരിച്ചു വിളിക്കണ്ട. ചിലപ്പോ അപകടമായിരിക്കും. ദിവ്യ അയച്ച ലൊക്കേഷനിലേക്ക് പോവാം. അതിനു മുമ്പ് അളിയനൊന്ന് വിളിച്ചു പറയാം. ഹലോ, അളിയ എവിടെ? അളിയ, ഞാൻ അളിയന്റെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അളിയൻ ഉടനെ തന്നെ അവിടേക്ക് എത്തണം. ശരി അളിയ. അളിയാ, ഉള്ളത് പറയാലോ, വൈറ്റ് ആൻഡ് വൈറ്റിലെ നീ അസാധ്യ ലുക്ക.
നിനക്ക് ഈ വേഷം അങ്ങ് സ്ഥിരപ്പെടുത്തിയാലോ അളിയാ. നിന്റെ അമ്മാവന്റെ പാത പിടിച്ച് നീ രാഷ്ട്രീയത്തിലേക്കൊന്ന് ഇറങ്ങ്. നീ എന്താ വിഷ്ണു ഈ പറയുന്നേ? ദീപകിന് പൊളിറ്റിക്സ് ഒന്നും ശരിയാവില്ല. നമ്മുടെ കൂടെ ബോംബെയിൽ പറന്നു കിടന്ന ഇവൻ എങ്ങനെയാ ഇവിടെ കേരളത്തിലെ സെറ്റപ്പില്? ഇവനൊന്നും സെറ്റാവില്ല. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് കിട്ടാനാ? എടാ വിവരദോഷി, കേരളത്തിൽ ഏറ്റവും ലാഭമുള്ള മേഖല രാഷ്ട്രീയമാണ്. നോ ഇൻവെസ്റ്റ്മെന്റ്. വെറുതെ കുറച്ച് സേവനമൊക്കെ നടത്തി കുറച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടാ മതി. ഇവന്റെ അമ്മാവന്റെ കാര്യം തന്നെ നോക്ക്. എന്നെ ഒരു സെറ്റപ്പിലാ പുള്ളി ജീവിക്കുന്നത്. ഹേയ്, അമ്മാവനാള് സ്ട്രൈറ്റ് ഫോർവേഡാ. പക്ഷേ നീ എങ്ങനല്ലല്ലോ അളിയാ. രാഷ്ട്രീയത്തിലിറങ്ങാൻ ഞാനും അമ്മയും കൂടെ നിന്നൊന്ന് പയറ്റി നോക്കിയതാ. പക്ഷെ അന്ന് ആ വേലക്കാരി പെണ്ണ് എനിക്കൊരു മുട്ടം പണി തന്ന് എല്ലാം കൊളാക്കി. അതിനെന്താടാ, ഈ കല്യാണം കഴിഞ്ഞാ പിന്നെ നിനക്ക് നേരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമല്ലോ. MLA ഇലക്ഷന് മത്സരിക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. അടുത്ത ഒരു 5 വർഷം എല്ലാം കണ്ടും കേട്ടും ഒന്ന് പയറ്റി തെളിഞ്ഞിട്ട് അടുത്ത തവണ മത്സരിക്കണം. നീ ജയിക്കൂടാ. നമുക്ക് നോക്കാം. നീ ഒരു മിനിസ്റ്റർ ആയിട്ട് വേണം എനിക്ക് എന്റെ ബിസിനസ് ഒക്കെ പോലീസിനെ എക്സൈസിനെയും പേടിക്കാതെ ധൈര്യമായിട്ട് നടത്താൻ. ഓ, അപ്പൊ അതായിരുന്നു സാറിന്റെ ഉദ്ദേശമല്ലേ? ദീപകിനെ മന്ത്രിയാക്കിയിട്ട് പിന്നിലൂടെ നിരോധിത വസ്തുക്കളുടെ കച്ചവടം. ഡാടാ അങ്ങനെ ആ പേര് പറഞ്ഞ് കൊച്ചാക്കല്ലേ. നീ ഇട്ടിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റ് ഒക്കെ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ടാ. എന്തായി മക്കളെ, ദീപക്കിനെ ഒരുക്കിയോ? ഇപ്പൊ കഴിയും ആന്റി. ദീപക്കെ, അമ്മ വേണമെങ്കിൽ ആ ബ്യൂട്ടീഷ്യനെ ഇങ്ങോട്ടേക്ക് അയക്കാം. എന്തിന്? എനിക്ക് മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ശരി. വിഷ്ണു, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ നിങ്ങൾ എന്ത് ബിസിനസിനെ കുറിച്ചാ സംസാരിച്ചേ? അതാന്റി അച്ഛന്റെ ലെതർ ഫാക്ടറിയുടെ കാര്യമാണ്. നിങ്ങൾ ഇവനെ ഒരുക്ക, ഞാൻ ഇപ്പൊ വരാവേ. ഓക്കെ. അല്ല, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഇല്ല ആന്റി. അപ്പൊ നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറയാം. ശരി ശരി. ശരി അമ്മ. അളിയാ, ഇതാണോ സ്ഥലം? ദിവ്യ ഇവിടെ ഉറപ്പാണോ? അതെ അളിയാ, പക്ഷേ ഇതിനകത്ത് എവിടെയാണെന്ന് അറിയില്ല. ലൊക്കേഷൻ എവിടെയാ കാണിക്കുന്ന? അളിയ വാ, നമുക്ക് അതിൽ നോക്കാം. അളിയ നമ്പർ വിളിച്ചോ. റിംഗടിയുടെ ശബ്ദം കേട്ട് അവൾ എവിടെയെന്ന് അറിയാൻ പറ്റും. വേഗം വിളിക്കളിയാ. കിട്ടുന്നില്ലല്ലോ. അളിയ വാ, നമുക്ക് നോക്കാം. അളിയ വാ. ദിവ്യേ, ദിവ്യേ. രാജുവേട്ടാ, ഈ കൈ. ആരാ അവിടെ? ദിവ്യേ, കുഞ്ഞവിടെ? അകത്താണെന്ന് തോന്നുന്നു. ആരാ? ഒന്ന് തുറക്കാവോ? പറഞ്ഞു കേട്ടില്ലേ? യാമിനി മാഡം, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. നിങ്ങൾ ഇറങ്ങുകയാണോ? ഇല്ല, ഞങ്ങൾ വിവാഹവും കഴിഞ്ഞ് റിസപ്ഷനും കഴിഞ്ഞ് പോവുക. ഫുൾ ഡേ ഇവിടെ ഉണ്ടാവണമെന്നാ അംബിക മാഡം പറഞ്ഞിരിക്കുന്നത്. ചെറിയമേ, എന്താ മോളെ? എന്റെ മുഖമൊക്കെ ചൊറിയുന്നത് പോലെ. ഇവിടെ കവിളിൽ ചുവന്ന് തടിച്ചിട്ടുമുണ്ട്. നോക്കട്ടെ. അയ്യോ, ശരിയാണല്ലോ,
ചുവന്ന് തടിച്ചിട്ടുണ്ട്. എന്ത് ഐശ്വര്യ ഇത്! ദൈവമേ, ഇതെന്തു പറ്റിയതാ? ഋതിക മാഡത്തിന് എന്തെങ്കിലും അലർജി ഉണ്ടോ? ഏയ് ഇല്ല. ഋതുമോൾക്ക് അങ്ങനെ യാതൊരു അലർജി ഇല്ലാത്താണല്ലോ. ചെറിയമേ, എന്റെ മുഖമൊക്കെ വല്ലാതെ ചൊറിയുന്നു. അയ്യോ മാഡം, തുടക്കല്ലേ. തുടച്ചാ മേക്കപ്പ് എല്ലാം പോവും. പിന്നെ ആദ്യം മുതൽ എങ്ങനെയാ ചെയ്യുന്നേ? പിന്നെ ഋതുമോൾക്ക് മുഖം ഇങ്ങനെ ചുവന്ന് തടിക്കുമ്പോ മേക്കപ്പ് റിമൂവ് ചെയ്യാതെ എങ്ങനെയാ? അല്ല, എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്? ചേച്ചി, ഋതുമോളുടെ മുഖമൊക്കെ ഇതാ ചുവന്ന് തടിച്ചു. നോക്കട്ടെ. ദേ, ചെറിയമ്മ മോളും കൂടി വെറുതെ വിളച്ചിലെടുക്കല്ലേ. വിവാഹത്തിന് വന്ന് നിൽക്കാതിരിക്കാനായി ഓരോരോ അടവുകളുമായി നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഊഹിച്ചതാ. പക്ഷേ അതിങ്ങനെയായിരിക്കുന്നു ഞാൻ കരുതിയില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എന്റെ മുഖം ചുവന്ന് തടിക്കുന്നത് കണ്ടോ?